എടാ അന്തസ്സുള്ള KSUക്കാരാ, പോലീസിന്റെ മുട്ടിന്റെ ഇടയിലൂടെ തലപൂഴ്ത്തി വെച്ച് ഇരുന്നിട്ട് പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തല്ലിയെന്ന് പുറകിലിരുന്ന് ഈ വേണം പറയാൻ അന്തസ്സിന്റെ അംശം ചേർന്നവന് പറയാൻ കഴിയുന്ന കാര്യമാണോ? എവിടെയായിരുന്നു ഇന്നലെ? ഗവൺമെന്റ്, UDF, KSUക്കാരാ, പോലീസുകാരാ സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ച വിദ്യാർത്ഥികൾ ഇതാ അടിക്കാൻ ഉത്തരവിട്ടവന്റെ മൂക്കിന് താഴെ ഇന്ന് സഞ്ചരിച്ചു വന്ന് നിൽക്കുകയാണ്. ഈ സഞ്ചാരണം കേരളത്തിലെ സമര വിദ്യാർത്ഥിത്തിന്റെ സഞ്ചാരണമാണ്. അഭിമാനപൂർവം ഇന്നലെ കേരള സർവകലാശാലയിൽ വിജയത്തിന്റെ പിന്തുടർച്ചയായി യൂണിവേഴ്സിറ്റിക്കകത്ത് അവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമെന്നാണ് നീ വിചാരിച്ചതെങ്കിൽ ഗവൺമെന്റ്, UDF, KSUക്കാരാ, പോലീസുകാരാ സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ച വിദ്യാർത്ഥികൾ ഇതാ അടിക്കാൻ ഉത്തരവിട്ടവന്റെ മൂക്കിന് താഴെ ഇന്ന് സഞ്ചരിച്ചു വന്ന് നിൽക്കുകയാണ്. ഈ സഞ്ചാരണം കേരളത്തിലെ സമര വിദ്യാർത്ഥിത്തിന്റെ സഞ്ചാരണമാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് കേരളത്തിലെ SFI KSUക്കാരനോട് ചെയ്തത്? അഭിമാനത്തോടെയാണ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചത്. 120 പൊളിറ്റിക്കൽ UECമാരെ എന്റെ മുന്നിലിരിക്കുന്ന സഖാക്കളും തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും കൊല്ലത്തെയും പത്തനംതിട്ടയിലെയും SFI സഖാക്കൾ ചോര നീരാക്കി ക്യാമ്പസുകളിൽ പണിയെടുത്ത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് UUCമാരാക്കി അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ സർവകലാശാല യൂണിയൻ നേടിയത്. ഇവിടുത്തെ KSUക്കാരനുണ്ടല്ലോ, കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഓരോ ക്യാമ്പസിലും ജയിക്കാൻ കഴിയാതെ തലയിലൂടെയാണ് മുണ്ടിട്ട് കോൺഗ്രസ് ഓഫീസിനകത്തേക്ക് ഓടിക്കേറി പോയത്. അവനാണ് ഈ സർവകലാശാലയിൽ 2-1-3 സീറ്റ് കിട്ടിയതിന്റെ കഥയും പറഞ്ഞ് ഇവിടെ വിജയാഘോഷ പ്രകടനം നടത്താൻ എത്തിയത്. ഗ്രൂപ്പ് തിരിഞ്ഞ് പൈസ ഒഴുക്കി വിദ്യാർത്ഥികളെ തെറ്റായ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുത്തി പ്രൈവറ്റ് UECമാരെ വിലക്കെടുത്ത് 2 സീറ്റ് ജയിച്ചതിന്റെ തിണ്ണമെടുക്ക SFIക്കെതിരെ ഒരു KSUക്കാരനും കാണിക്കാൻ വരേണ്ടതില്ല. നിങ്ങളുടെ തിണ്ണമെടുക്കല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഞങ്ങൾ പണിയെടുത്ത് രാഷ്ട്രീയം പറഞ്ഞ് സംഘടനാ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ ജയിപ്പിച്ചാണ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വരുന്നത്. അല്ലാതെ ഗ്രൂപ്പ് തിരിഞ്ഞ് എന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഗ്രൂപ്പുകാർ രംഗത്തേക്ക് ഇറങ്ങി അവർ തമ്മിൽ തമ്മിത്തല്ലി ഉണ്ടാക്കുന്ന പ്രവർത്തനമല്ല SFIയുടെ പ്രവർത്തനമെന്ന് KSUക്കാരെ മനസ്സിലാക്കണം. എന്നിട്ടോ ഇന്ന് കേരളത്തിനകത്ത് നവമാധ്യമങ്ങളിൽ KSUവിന്റെ നേതാക്കന്മാരുടെ പോസ്റ്റ് SFIക്കാരെ തല്ലി എന്നാണ്. എടാ അന്തസ്സുള്ള KSUക്കാരാ, പോലീസിന്റെ മുട്ടിന്റെ ഇടയിലൂടെ തലപൂഴ്ത്തി വെച്ച് ഇരുന്നിട്ട് പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തല്ലിയെന്ന് പുറകിലിരുന്ന് ഈ വേണം പറയാൻ അന്തസ്സിന്റെ അംശം ചേർന്നവന് പറയാൻ കഴിയുന്ന കാര്യമാണോ? എവിടെയായിരുന്നു ഇന്നലെ? യൂണിവേഴ്സിറ്റിക്കകത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ മുകളിലേക്ക് നോക്കി നക്ഷത്രമെന്ന് നിന്നല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു SFIക്കാരന്റെ കണ്ണിലേക്ക് നോക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന ഒരു KSUക്കാരൻ ഇന്നലെ കേരള സർവകലാശാലക്കകത്തേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നോ? ഞങ്ങൾ ഒരാളെയും അടിക്കാൻ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ 500 SFIക്കാർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. KSUക്കാരനെ അടിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ സർവകലാശാല അടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തലായിരുന്നു പ്രധാനം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഞങ്ങൾ വിജയിക്കുമ്പോ ഒതുക്കറിവ് കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചത്. SFIക്കാരനെ തല്ലാൻ നട്ടല്ലില്ലാത്ത KSUക്കാരനോട് ഞങ്ങൾ പറയട്ടെ, SFIക്കാരനെ തല്ലാൻ നിങ്ങൾ പോലീസിന് ഇന്നലെ കൊട്ടേഷൻ കൊടുത്തു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് SFIക്കാരനെ തല്ലിച്ചതക്കാൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ കൊടുത്ത KSUക്കാരും കൊട്ടേഷൻ ഏറ്റെടുത്ത അവിടുത്തെ
പോലീസുകാരും മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ SFIയുടെ ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ വീഴുന്നത് വരെ ഈ കേരളത്തിനകത്തെ ഒരു വിദ്യാർത്ഥിയെ തൊടാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. അത് SFIയുടെ പ്രഖ്യാപനമാണ്. ഇനി ഞങ്ങളെ അടിച്ചു വീഴ്ത്തിയാൽ അതാണ് ചിലയമ്മാർ വിചാരിക്കുന്നത്. ആദ്യം അടിക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ, സംസ്ഥാന പ്രസിഡന്റിന്റെ പുറത്തും തലയിലും കയ്യിലുമാണ് എന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഞങ്ങളങ്ങ് വീണുപോയാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടിയേറ്റ് താഴെ വീണാൽ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ രണ്ട് വ്യക്തികളാണോ. ഞങ്ങൾ വീണുപോയാൽ ലക്ഷക്കണക്കിന് വരുന്ന SFIക്കാർ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത ഈ കേരളത്തിൽ തെരുവിലുണ്ടാവും. ആ സംഘടനയുടെ പേരാണ് SFI. അല്ലാതെ സമരം നടത്തുന്നതിന്റെ ഇടയ്ക്കേക്ക് ഒരേറുപടക്കം വീണാൽ ഗ്രൂപ്പ് തിരിഞ്ഞോടുന്ന KSUക്കാരന്റെ സംഘടനയല്ല SFIയുടെ സംഘടന എന്ന് ഇവിടുത്തെ പോലീസന്മാർ മനസ്സിലാക്കണം. പിന്നെ ചില പോലീസന്മാർക്ക് മുട്ടിലിരിക്കാൻ പറയുമ്പോ എഴയണം എന്ന ചിന്ത ഉണ്ടാവുകയാണ്. ഇവിടുത്തെ DYSP ഉണ്ട്, ഇവിടെ നന്നായി വേഷം കെട്ടി മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പരിസരത്ത് എവിടെ അദ്ദേഹം ഉണ്ട്, ഞങ്ങളുടെ പ്രസംഗമെല്ലാം കിട്ടുക ഇവിടെ നിൽപ്പുണ്ടല്ല സുന്ദര കുട്ടപ്പനായി. നേരത്തെ കമ്മീഷണറോട് എന്തൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, എങ്ങനെ ഈ സമരം ഇനി കുഴപ്പമുണ്ടാക്കാമെന്ന് കമ്മീഷണറോട് ഗൂഢാലോചന നടത്തുകയാണ്. ഇന്നലെ ആ ലാത്ത് വീശിയപ്പോ തന്നെ ഒരു മീനിന്റെ മണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. ആലപ്പുഴക്കാരനാണ് ഞങ്ങളെല്ലാവരും. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആലപ്പുഴക്കാരൻ, നന്നായി മീൻ കഴിക്കുന്ന ഒരു ആലപ്പുഴക്കാരൻ. ആ ലാത്തിയിലെ മീനിന്റെ മണം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്നലെ SFI സമരത്തിന് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുക്കളയിൽ പോയി വിഴിഞ്ഞത്തുനിന്നാണോ കോവളത്തുനിന്നാണോ നല്ല പച്ച മീൻ വാങ്ങിക്കൊണ്ടുപോയി വെട്ടിക്കൊടുത്ത് കാലെ പിടിച്ച്, സാറേ എനിക്ക് ഞാൻ പറയുന്നിടത്ത് ഒരു പോസ്റ്റിംഗ് തരണമേ, സാറേ ഞാൻ പറയുന്നിടത്ത് എനിക്കൊരു ട്രാൻസ്ഫർ തരണമേ, സാറേ എന്നെ ഒരു DGP എങ്കിലും ആക്കിയിട്ട് എന്റെ കണ്ണടയ്ക്കാൻ എനിക്കൊരു അവസരം തരണമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുക്കളയിൽ തീർത്താൽ മതി. SFIക്കാരനെ നെഞ്ചത്ത് തീർക്കാൻ ആ പൊന്നുമോനേമാൻ ഇറങ്ങേണ്ടതില്ല. നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയെ സൂപ്പിക്കണമായിരിക്കും, നിങ്ങൾക്ക് കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നവരെ സുഖിപ്പിക്കണമായിരിക്കും. അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. ആ സുഖിപ്പീരും കാൽതിരുമലും ഇട്ടിരിക്കുന്ന പോലീസ് യൂണിഫോമിന്റെ ഡിഗ്നിറ്റിക്ക് ചേർന്നതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. KSUക്കാരൻ അടിക്കാൻ പറയുമ്പോ പോലീസുകാരൻ അടിക്കുക. അതാ നിങ്ങളുടെ മുന്നിൽ വെച്ച്, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചല്ലോ. പോലീസിനോട് ഈ കേരളത്തിനകത്ത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു SFIക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ പരസ്യമായി ഇവിടുത്തെ പോലീസുകാരോട് ചോദിക്കുകയാണ്. ഒരു ചായ പോലും കേരളത്തിലെ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി കുടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഞങ്ങളുടെ സമരങ്ങൾക്കോ ഞങ്ങളുടെ പരിപാടിക്കോ ഏഴയലത്ത് ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ ഗവൺമെന്റിന്റെ സംവിധാനമാണ്. ഇപ്പോഴോ KSUക്കാർ ആജ്ഞാനുവർത്തികളായി ഇവിടുത്തെ പോലീസിനെ മാറ്റാൻ ചില ഏമാന്മാർ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ ആവട്ടെ, ലോകത്തിലെ ആവട്ടെ, ഇന്ത്യയിലെ ആവട്ടെ, ഏറ്റവും ഡിഗ്നിറ്റി ഉള്ള ഫോഴ്സാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ്. ആ ഡിഗ്നിറ്റി ഉള്ള പോലീസ് ഫോഴ്സിൽ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടാണ് പലരും പോലീസ് ഉദ്യോഗസ്ഥരായി ജോലി നേടി. ഞങ്ങൾക്കറിയാം, ഇവരിൽ ഭൂരിഭാഗം ആളുകളും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. അഭിമാനത്തോടെ പഠിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പോലീസ് കുപ്പായമിട്ട് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഏറാമൂലികളായ ചില പോലീസുകാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെളിവാരി എറിയുന്നത് ആത്മാഭിമാന ബോധമുള്ള പോലീസുകാരുടെ കൂടി ഹൃദയത്തിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിലെ പോലീസ് സേനയിൽ ആത്മാഭിമാനമില്ലാത്ത, അന്തസ്സില്ലാത്ത, അധികാരിക്ക് മുന്നിൽ മുട്ടുവളയ്ക്കാൻ ഒരു മടിയുമില്ലാത്ത ചില ഏമാന്മാർ കയറിയിരുന്നാണ് ഈ കൊള്ളരുതായ്മയെല്ലാം കാണിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, അധികാരത്തിലെത്തി 5ാമത്തെ ദിവസമാണ്. പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന പരിയാരത്തുകാവിലേക്ക് കടന്നു ചെല്ലി അവിടുത്തെ മനുഷ്യർക്കെതിരെ അക്രമം നടത്താൻ ഇവിടുത്തെ പോലീസ് ഉത്തരവ് കിട്ടിയത്. 7ാമത്തെ ദിവസമാണ് അധികാരത്തിലെത്തി ഇവിടുത്തെ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഇവിടുത്തെ പോലീസ് നിർദ്ദേശം കിട്ടിയത്. SFIക്കാരൻ അടി കിട്ടുമ്പോ SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന സെക്രട്ടറിക്കും ഇവിടുത്തെ SFIയുടെ സഖാക്കൾക്കും അടി കിട്ടുമ്പോ പലർക്കും വലിയ ആത്മസന്തോഷമാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില മാധ്യമ പ്രവർത്തകർ
ഇനി അവർ കുറച്ചടി വാങ്ങിക്കേണ്ടവരാണല്ലോ എന്ന ഭാഷയിൽ ചിന്തയിൽ ഞങ്ങളെ നോക്കുകയാണ്. ഈ അടിയൊന്നും ഞങ്ങൾക്ക് അത്ര വലിയ പുത്തരിയല്ല സാറേ എന്ന് ഈ പറയുന്നവർ മനസ്സിലാക്കണം. ഞങ്ങൾ ഒരുപാട് അടിയേറ്റ് വാങ്ങിയവരാണ്. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷം ഭരിക്കുന്നതിന്റെ ഒരു പ്രിവിലേജും ഉപയോഗപ്പെടുത്താത്തവരാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമരം ചെയ്ത് ജയിലിൽ പോയ സംസ്ഥാന സെക്രട്ടറി ഉള്ള സംഘടനയാണ് SFI എന്ന് നിങ്ങൾ മറന്നുപോയി കൂടാ. ഞങ്ങൾ ആ പ്രിവിലേജ് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ആ പ്രിവിലേജിന്റെ 7 ഇനത്തേക്ക് പോയിട്ടില്ല. പക്ഷെ 7-ാം നാൾ SFIയെ തല്ലാൻ ഉത്തരവ് കിട്ടുകയാണ്. ഞങ്ങളെ തല്ലുമ്പോ ഏതെങ്കിലും മനസ്സുകൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരെ, ഈ കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരെ, ഇന്ന് ഈ കൈ, ഈ പോലീസിന്റെ ലാത്തി, അവരുടെ ഗ്രനേഡ്, അവരുടെ മർദ്ദനോപാധി ഉയർന്നത് SFIക്കാരന് നേരെയാണെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നുവെങ്കിൽ നാളെ ഈ അധമവർഗം കയറി മേയാൻ പോകുന്നത് മാധ്യമ സുഹൃത്തുക്കളെ ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിലേക്കായിരിക്കാം. സാധാരണപ്പെട്ട മനുഷ്യരെ ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിലേക്കായിരിക്കാം. അത് നമ്മൾ പരിയാരത്തുകാവിൽ കണ്ടെങ്കിൽ, ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടെങ്കിൽ, നാളെ ഈ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആ അടി വ്യാപിപ്പിക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറെടുക്കുകയാണ്. അവിടെയും ഞങ്ങളെ കളിയാക്കിച്ചിരിക്കുന്നവർ കടികിട്ടുമ്പോഴും പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ സവിശേഷതയെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തല്ലിയാൽ, ഗ്രനേഡ് ഉപയോഗിച്ചാൽ, ലാത്തി ഉപയോഗിച്ചാൽ, ഏതെങ്കിലുമൊക്കെ മധുരോപാധി ഉപയോഗിച്ചാൽ ഞങ്ങൾ ഇതൊക്കെ അവസാനിപ്പിച്ച് അങ്ങ് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് വിചാരിച്ചാൽ 56 വർഷക്കാലത്തെ ഈ സംഘടനയുടെ ചരിത്രമൊന്ന് നന്നായി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. 94-നെ പറ്റി ഇവിടെ സംസ്ഥാന ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ മുതുമുത്തശ്ശി ഉണ്ടല്ലോ, ഇപ്പൊ അഭിമാനത്തോടെ ഇവിടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ മുതുമുത്തശ്ശിയായി ഒരു അയൺ ലേഡിയെ ഈ രാജ്യത്ത് കൊണ്ടു നടന്നിരുന്നില്ലേ? അയൺ ലേഡിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നില്ലേ? ആ ഇന്ദിരാഗാന്ധിക്ക് ഒരരുമ ശിഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസിന്റെ മുത്തച്ഛൻ എന്ന് വിളിക്കാൻ കഴിയുന്ന കെ കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നില്ലേ? 1976-ൽ അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്താകെ പോലീസിനെ ഉപയോഗിച്ച് നിങ്ങൾ തേർവാഴ്ച നടത്തിയപ്പോ ആ അടിയന്തരാവസ്ഥ കാലത്ത് സമരം ചെയ്തതിന്റെ പേരിൽ ജയിലിനകത്ത് സഖാവ് മുഹമ്മദ് മുസ്തഫ എന്ന SFIക്കാരനെ പിടിച്ചുകൊണ്ടിട്ടപ്പോ ആ മുഹമ്മദ് മുസ്തഫയോട് SFIയിൽ നിന്ന് നീ രാജിവെച്ചാൽ ഈ മർദ്ദനത്തിൽ നിന്ന് വിട്ടയക്കാമെന്ന് അന്നത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് SFI സഖാവിനോട് ആവശ്യപ്പെട്ടപ്പോ ജീവിതത്തിൽ നിന്ന് രാജിവെച്ചാലും SFIയിൽ നിന്ന് രാജിവെക്കില്ലെന്ന് പറഞ്ഞത് ഈ സംഘടനയുടെ ചരിത്രമാണെങ്കിൽ പിന്നെ ഏത് മർദ്ദനോപാധിയാണോ പോലീസുകാരെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ എടുത്തുപയോഗിക്കാൻ ഈ കേരളത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാം കൊണ്ട് ഈ കേരളത്തിലേക്ക് ഇറങ്ങണം. നിങ്ങളെല്ലാം കൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ഈ കേരളത്തിന് തെരുവിലേക്ക് ഇറങ്ങണം. ഒരു പോലീസുകാരനെയും ഇപ്പോഴും ഞാൻ പറയുന്നു, അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഒരു പോലീസുകാരനെയും ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന കാക്കിയിൽ നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ ആത്മബോധവും നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയുമാണെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കാൻ മുൻപന്തിയിൽ SFI ഉണ്ടാവും. മറിച്ച് നിങ്ങൾ ഇട്ടിരിക്കുന്ന കാക്കിയിൽ നിങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തെ, നിങ്ങളുടെ താല്പര്യത്തെ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ താല്പര്യത്തെ കടത്താൻ ഏതെങ്കിലും പോലീസുകാരൻ പരിശ്രമിച്ചാൽ ഒരു സംശയം വേണ്ട, പോലീസുമാനെ തിരിച്ചടിച്ചിരിക്കും. അത് ഞങ്ങളുടെ തീരുമാനമാണ്. രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ തിരിച്ചടിക്കും. അന്തസ്സോടെ, ആത്മാഭിമാനത്തോടെ, നേർക്കുനേരെയാണെങ്കിൽ ബഹുമാനത്തോടെ പോലീസോടെ SFI ഇടപെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അടിയേറ്റു വാങ്ങിയത് കൊണ്ടൊന്നും കേരളത്തിലെ SFI സമരം അവസാനിക്കാൻ പോകുന്നില്ല. കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ ഊർജത്തോടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കുമെതിരെ ഞങ്ങൾ പോരാടും. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പറ്റി സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുവാദം വാങ്ങാൻ ഇവിടുത്തെ ലോക് ഭവനിലേക്ക് കയറി ചെന്ന VD സതീശനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത ഒരു മുതല് ലോക് ഭവനകത്ത് ഇരിപ്പുണ്ട്. ആ മുത്തം കൊടുത്ത മുതലിന്റെ ചരിത്രം പരിശോധിക്കാൻ പോയാൽ നല്ല 1-ാം നമ്പർ കറകളഞ്ഞ RSSകാരനാണ് ആ മുതല് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജയന്തുകാരൻ കൃത്യമായി എടുത്ത് VD സതീശനെ കാണിക്കണം. ആ മുതലുണ്ടല്ലോ, രാമൻ, എന്താ പേര്, കർത്ത, ഹരിയസ് കർത്ത എന്ന 1-ാം നമ്പർ RSSകാരനുണ്ടല്ലോ,
സതീശൻ വരുമ്പോ സ്വർഗലോകം കിട്ടിയതുപോലെയാണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നത്. RSSന്റെ സർസംഘചാലകന് പോലും ഇത്രയും സ്നേഹത്തോടെ ഒരുപക്ഷെ ഹരിയസ് കർത്ത അന്റെ ജീവിതത്തിൽ മുത്തം കൊടുത്തിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ചിലപ്പോ ഇത്രയും സ്നേഹത്തോടെ ഹരിയസ് കർത്ത മുത്തം കൊടുത്തിട്ടുണ്ടാവില്ല. സ്നേഹത്തോടെ സ്വർഗലോകം കിട്ടിയതുപോലെ ഇനി തന്റെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കി കിട്ടാനില്ല എന്ന വിചാരത്തോടെയാണ് അയാൾ VD സതീശനെ കെട്ടിപ്പിടിച്ച്. ഞങ്ങൾക്കറിയാം എന്താണ് ആ ചെവിയിൽ VD സതീശന് ഹരിയസ് കർത്ത പറഞ്ഞു കൊടുത്തത് എന്ന്. VD സതീശനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് RSSന്റെ പൊന്നോമന പുത്രൻ ഹരിയസ് കർത്ത പറഞ്ഞത്, ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു തലവേദനയുണ്ട്. ഞങ്ങളുടെ സംഘപരിവാർവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാതെ ഞങ്ങൾക്കെതിരെ നിരന്തരം സമരം ചെയ്യുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. ആ കൂട്ടർ നട്ടലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായവരാണ്. അവരെ തല്ലിയൊതുക്കാതെ എന്റെ സതീശേട്ടാ ഞമ്മന്റെ പണിയൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മോഡിജിയും അമിത്ഷാജിയും പ്രത്യേകമായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങയോട് പറയാൻ, എങ്ങനെയെങ്കിലും ആ SFIക്കാരെ കേരളത്തിലൊന്ന് തല്ലിയൊതുക്കി തരണം എന്നാണ്. രാജേന്ദ്ര അർലേക്കറും അതിനു മുമ്പൊക്കെ ആരിഫ് ഖാനും കേന്ദ്രസേന ഇറക്കിയിട്ട് തല്ലിയൊതുക്കാൻ പറ്റാത്ത SFI ആണോടോ ഈ കേരളത്തിലെ പോലീസിനെ ഇറക്കി നിങ്ങൾ തല്ലിയൊതുക്കി കളയാമെന്ന് പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹരിയസ് കർത്ത ഞങ്ങളെ ഒതുക്കണമെന്ന് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അത് ഈ കേരളത്തിൽ നടപ്പിലാവാൻ പോകുന്നില്ലെന്ന് സ്വയം മനസ്സിലാക്കി വാലും ചുരുട്ടി തിരിച്ചോടുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നല്ലതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മർദ്ദനങ്ങൾ കൊണ്ട്, ഈ അക്രമങ്ങൾ കൊണ്ട്, ഈ അതിക്രമങ്ങൾ കൊണ്ട്, ഇങ്ങനെ നടക്കുന്ന തീർവാഴ്ച കൊണ്ട് ഈ കേരളത്തിലെ വാങ്ങേണ്ടി വരുന്ന SFIക്കാരന് വേണ്ടി ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കും 1000 പുതിയ വിദ്യാർത്ഥികൾ ഈ കേരളത്തിനകത്ത് സംഘടിച്ചുകൊണ്ട് അധികാരവർഗമേ നിങ്ങൾ കരുതിക്കോളും, ഞങ്ങൾ മുന്നോട്ട് പോകും. സഖാക്കളെ, നാം ഈ പോരാട്ടത്തിൽ മുന്നോട്ട്